ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ചെന്നൈയിലെ മറീന ബീച്ചിലാണ്. ഇന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് കുറച്ച് നടക്കാനുണ്ട് ബീച്ചിലേക്ക്. അപ്പോൾ അതിൽ ദിവസം ഒരു ബലൂണൊക്കെ വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കളിക്കാമെന്നൊക്കെ ഉദ്ദേശത്തിലാണ് ആൾ വാങ്ങിക്കുന്നത്. എന്താവോ എന്തോ കാറ്റത്ത് പറന്ന് പോകുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ബലൂണൊക്കെ വാങ്ങി ഞങ്ങളിങ്ങനെ നടക്കണം. ഇവിടെ കാണുന്നത് പോലെ ഇപ്പോൾ കാണുന്ന പോലെ അല്ല കേട്ടോ ഗൈസ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. ഞങ്ങൾ ഇന്നലെ നൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു. കാരണം വെച്ചാൽ നൈറ്റായപ്പോൾ കടലിൻ്റെ അങ്ങോട്ടൊന്നും പറഞ്ഞയക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ചൊക്കെ കണ്ടിട്ട് തിരിച്ചു പോയി. നാളെ നേരത്തെ വരാമെന്നും പറഞ്ഞിട്ട് തിരിച്ചു പോയി. അങ്ങനെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു കുതിരേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കുതിരേൻ്റെ മേലെ കയറിയിട്ട് പോവാലോ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നടക്കാൻ തനുവിന് കാല് വേദനിക്കുന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ കുതിരേൻ്റെ മേലെ തനുവിനെയും കയറ്റി കൊടുക്കാം, നമുക്ക് നടക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തനു പറയും വേണ്ട പപ്പ എനിക്ക് പേടിയാന്നൊക്കെ ആൾ പറയുന്നുണ്ട്. അപ്പം എന്നാൽ വേണ്ട, ശരി നമുക്ക് നടക്കാം എല്ലാവർക്കും കൂടി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നല്ല ആസ്വദിച്ച് നടക്കണം. നല്ല രസമുണ്ട്. ഒരുപാട് നടക്കാനുണ്ട്. ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ രസമായിട്ട്. ഒറ്റയ്ക്കൊന്നും നടന്ന് അങ്ങോട്ട് എത്താൻ കുറച്ചൊരു പോയവർക്ക് അറിയാം, മറീന ബീച്ചിൽ പോയവർക്ക് ഒരുപാട് നടക്കാനുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളൊരു പ്രതിമ കണ്ടു. ഫസ്റ്റ് പ്രതിമ എന്ന് വിചാരിച്ചു, പക്ഷെ മനുഷ്യനാണ് കേട്ടോ. അയാളുടെ ഉപജീവനമാർഗ്ഗമായിരിക്കും. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കുറച്ച് നടന്നു. അപ്പോൾ അടുത്ത ബലൂണ്. അങ്ങനെ സൺസെറ്റിൻ്റെ സമയമാണ്. സൺസെറ്റ് കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ നേരം കാണുമ്പോൾ. അങ്ങനെ ഇതിലൊക്കെ ഇന്നലെ വൈകിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അവർ. കാരണം ഇന്നലെ രാത്രി വന്നപ്പോൾ ഇതിലൊക്കെയാണ് ഇവർ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നൊന്നും അതിൽ കയറുന്നില്ല. അവർക്ക് താല്പര്യമില്ല, ഒന്നും പറയണമൊന്നുമില്ല കയറണം എന്നൊക്കെ. അല്ലെങ്കിൽ പറയും ഞങ്ങൾക്ക് കയറണം എന്നൊക്കെ പറയും, പക്ഷെ ഇന്നൊന്നും പറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ നടക്കാന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് നടക്കാണ്ട്. നടക്കുന്നിടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും നടക്കുന്നതാണ്. ഇപ്പോൾ കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല, പക്ഷെ അന്ന് നടക്കുമ്പോൾ എപ്പോഴാണ് അങ്ങോട്ട് എത്തുക, എത്താൻ ചോദിക്കണേ എന്താ എത്താത്ത, നടന്നിട്ട് എത്തണില്ലല്ലോ. കുറേ ആൾ ഓടിയൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ എന്നാലും കുറച്ച് നേരം ഞങ്ങളെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഞങ്ങൾ കടലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗായ്സ്. കടൽ കണ്ട ആകാംക്ഷയാണ് അല്ലൂസിന്. അവൻ കടൽ ഭയങ്കര ഇഷ്ടമാണ്. തനുവിന് അടിയൊക്കെ കിട്ടുന്നുണ്ട്, കാലിൽ ചോട്ടിയിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കടലൊക്കെ കണ്ട് കടലിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. കാരണം നല്ല തിരയാണ്. ആളുകൾ ഇറങ്ങിയിട്ട് പ്രശ്നമൊക്കെ ആവുന്നതുകൊണ്ട് അവിടെ ഗാർഡുണ്ട്, അവർ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. അവർ വന്ന് അടിയൊക്കെ കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്, ഇറങ്ങുന്നവർക്ക്. അപ്പോൾ നമ്മളൊരു വീഡിയോസൊക്കെ എടുത്തിട്ടൊക്കെ അവിടുന്ന് പോരാച്ചിട്ട് തനുവിനെ ഫ്രണ്ടിലേക്ക് നിർത്തിയിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന്. അല്ലുവിനെ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. അങ്ങോട്ട് അവൻ്റെ അടുത്തേക്ക് തിര വരുമ്പോൾ അതിൽ കളിക്കാമെന്നല്ലാതെ അത്രയും ലോങ്ങാണ് അവർ നിൽക്കുന്നത്. അല്ല് പെട്ടെന്നാണ് നല്ല ഭയങ്കര ശക്തിയിൽ തിരമാല വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേടിയല്ല, എന്തായാലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവിടെയൊക്കെ നിന്ന് സൺസെറ്റ് ഇങ്ങനെ കാണുന്നുണ്ട്, താഴോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നല്ല രസം, ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കാണാൻ. ഇത് ഓപ്പോസിറ്റ്, നമ്മളവിടെയൊക്കെ ഓപ്പോസിറ്റാണ് കേട്ടോ. കടലിലാണ് സൺസെറ്റ് കാണൽ, പക്ഷേ അവിടെ നിന്നാണ് സൺസെറ്റ് കാണുന്നത്. ഫസ്റ്റ് ഞാൻ ആലോചിച്ചത് എന്താ സംഭവം, അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും പൊട്ടത്തരായി പോയാലോ വിചാരിച്ചിട്ട് ഞാനൊന്നും പിന്നെ മനസ്സിലായി സംഭവങ്ങളൊക്കെ. അങ്ങനെ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ കണ്ട് വീഡിയോസൊക്കെ എടുത്ത് ഞാനിങ്ങനെ നിൽക്കും. നല്ല ഭംഗി, തിരമാലയൊക്കെ വന്ന് ആൾ ചിരിച്ച് മയങ്ങുന്നുണ്ട്. അല്ല, കുട്ടികൾക്ക് പൊതുവെ തിരമാലയൊക്കെ വരുമ്പോൾ നല്ല ഇഷ്ടമുണ്ടായിരിക്കില്ല അതിനോട്. ഞങ്ങൾ പിന്നെ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന്. പിന്നെ ഞങ്ങൾ മെല്ലെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നൈറ്റിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ട് അവിടെയൊക്കെ, ഇങ്ങനെ ബലൂണായിട്ടും കഴിക്കുന്ന ഭക്ഷണങ്ങളായിട്ടും. പക്ഷെ നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങിക്കാൻ എന്തെന്നാ പറയുക, പുറത്ത് വെച്ച് നിൽക്കുന്ന സാധനങ്ങളല്ലേ ഇഷ്ടമുള്ളവർക്ക് കഴിക്കട്ടെ. ചിലർക്ക് അത് വാങ്ങിക്കാനൊരിതുണ്ടാവും, കഴിക്കാൻ മടിയുണ്ടാവും. ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ചിട്ട് എന്തോ ഒരു പഴകിയൊരു ചുവയൊക്കെ കാരണം പിന്നെ ഞാൻ ഇന്ന് വാങ്ങിക്കേണ്ട വിചാരിച്ചു. ഞങ്ങളോട് വാങ്ങിക്കണമെന്നൊക്കെ ചോദിച്ചു. കുറച്ച് നേരം അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിങ്ങനെ
ഇവരിത് എന്ന് കട്ട് ചെയ്ത് വെച്ചതാണെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ഈ ചക്രമത്തനൊക്കെ ഒരു പ്രത്യേക ചൊയ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല കേട്ടോ, നമ്മൾ അവരെ ആക്ഷേപിക്കൊന്നുമല്ല, പക്ഷെ പറഞ്ഞതാണ്. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ സംഭവങ്ങൾ അവർ ഭയങ്കര റേറ്റൊക്കെ പറയുന്നത്. കാരണം നമ്മളിത് മീഷോന്നും ഇന്നൊക്കെ കുറഞ്ഞ റേറ്റിൽ കിട്ടും. അപ്പോൾ നമ്മളൊന്ന് നോക്കി നല്ല രസമുണ്ട്. ഞാനിത് കയറുമ്പോൾ കണ്ടപ്പോഴത്തേനും ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് മീഷോന്നൊക്കെ ഇത് തുച്ഛമായ റേറ്റ് കിട്ടുമ്പോൾ നമ്മളിത് വെറുതെ വലിയ വില കൊടുത്ത് തിരിച്ച് വരുമ്പോൾ നല്ല സംഭവം ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. റൂമിലെത്തുന്നവരൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് അവിടെ കുറച്ച് നേരമൊക്കെ നോക്കി ഒന്നും കൂടി പോയി നോക്കി വാങ്ങിക്കണമെന്നൊക്കെ. പക്ഷേ ഒക്കെ ആ റാന്തൽ പോലത്തെ സംഭവം വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ ആലോചിച്ച് ഞാൻ തിരിച്ച് വരുമ്പോൾ ഇനി അത് മോൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കേടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് എത്തുമെന്ന് എനിക്ക് തോന്നിയില്ല. സംഭവം റൂമിൽ പോയാൽ തന്നെ ഏകദേശം തീരുമാനം ഉണ്ടാക്കും ആൾ. അങ്ങനെ 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 ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി. ഞങ്ങൾ ചെന്നത് ഈ MGR, ജയലളിത അമ്മ, അവരൊക്കെ സ്മാരകങ്ങളുണ്ട്. അവർ മരിച്ചിട്ട് അവരെ വെച്ച സ്ഥലങ്ങളുണ്ട്. അവിടെ നൈറ്റിൽ നല്ല ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ കാണാനും പ്രാർത്ഥിക്കാനും അവർക്ക് പുഷ്പങ്ങൾ അർപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ രാത്രിയിൽ അവിടെ വരുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ. പക്ഷെ അപ്പോൾ വീഡിയോസൊന്നും എടുത്തില്ല. ജസ്റ്റ് ഞങ്ങളൊന്ന് കയറി ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഒന്ന് കയറി. അപ്പോൾ ഞങ്ങൾ നാളെ വിശദമായി വന്ന് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് നമുക്ക് ഇറങ്ങിയതാണ്. പക്ഷെ ഞാൻ അതിലോട്ട് ഓടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. രാത്രി ഈ പകലുള്ള പോലത്തെ വെയിലും കാര്യങ്ങളൊന്നും വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ. പകലുള്ള പോലത്തെ ഉള്ളൊരു ക്ലൈമറ്റ് അല്ല രാത്രിയിൽ. ഇവിടെ അതിനെക്കൊണ്ടാണെന്ന് അറിയില്ല. ഇവിടെ നല്ലൊരു തണുപ്പുണ്ട്. കാരണം മരങ്ങളൊക്കെ ഉണ്ടായതാണ്, ബീച്ച് എടുത്തായതുകൊണ്ടായിരിക്കാം ഒരു പ്രത്യേക ഒരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. രാത്രിയിൽ ഒരു പ്രത്യേക ഒരു സുഖമൊക്കെ ഉണ്ട് ഇവിടെ നടക്കാനൊക്കെ. പകൽ ഇവിടെ അലോഡല്ല, പക്ഷേ നൈറ്റിലാണ് ഇവിടെ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്, നൈറ്റിലാണ് തോന്നുന്നുണ്ട് ഇവിടെ അലോഡ്. ഇനി അറിയില്ല കേട്ടോ, സംഭവം ഇല്ലായിരിക്കില്ല പകൽ, നൈറ്റിലാണ്. പക്ഷെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നത്. കാരണം വെച്ചാൽ ഇവിടെ നടക്കാൻ പറ്റിയ നൈറ്റിലാണ്. കാരണം പകൽ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പൊള്ളുന്ന ചൂട്. ഞങ്ങൾ വന്ന ടൈമിലൊക്കെ ഇവിടെ ഏത് കാലത്ത് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ക്ലൈമറ്റ് കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിൽ അറിയില്ല. തമിഴ്നാട്ടിലുള്ളവരോട് ചോദിച്ചാൽ അറിയാം ഏത് കാലത്തും ഒരേ കാലാവസ്ഥയാണ് അവിടെ. മഴയൊക്കെ ഉണ്ടാവാറുണ്ട് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്നാലും ചൂട് അസാധ്യ ചൂടാണ് ഇവിടെ പകലൊക്കെ. അപ്പം നൈറ്റിലാണ് ഇവിടെ. ഇതാണ് ജയലളിത അമ്മേനെ വെച്ചിട്ടുള്ള സ്ഥലം. ഇവിടെയാണ് അവർ വന്നിട്ട് പുഷ്പങ്ങൾ അർപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഫോട്ടോസിൻ്റെ അടുത്ത് വലിയ ഫോട്ടോ ഇല്ലേ, അവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് അങ്ങനെ ഒരു സംഭവിച്ചാൽ അവരെ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത് അമ്മയല്ലേ, അതുകൊണ്ടായിരിക്കാം. അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്കറിയാലോ, നമ്മളൊരുപാട് കേട്ടിട്ടുണ്ടല്ലോ ജയലളിത അമ്മ ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ അവർക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോ ഞങ്ങൾ സെപ്പറേറ്റ് അവിടെ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്ത് പിന്നെ അടുത്തതൊരു ആരാന്നൊന്നും അറിയില്ല, എനിക്ക് തമിഴ് വായിക്കാൻ അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം.
ഏകദേശം കണ്ടു കഴിയാനൊക്കെ ആയിട്ടുണ്ട്. നമ്മളെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനൊക്കെ നേരമായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഭാഗമൊക്കെയാണ് ദാനമൊന്നും അറിയില്ല. നമ്മളിതൊക്കെ ഇങ്ങനെയൊക്കെ അവിടെയൊക്കെ പോയി നിന്ന് കണ്ട് ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള ഒരു ഇതിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ് ഒരുപാട് നേരമായില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇവിടുത്തെ ഒരു എന്താണ് ഇവിടെയുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെയെന്ന് വൈകുന്നേരം മുതൽക്കുള്ളത്. ഇതപ്പോൾ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. ഈ ഒരു സൗണ്ടാണ് നമ്മൾ വൈകുന്നേരം മുതൽക്കേ ഇവിടെ. അപ്പോൾ ഇവിടെ വന്നവർക്ക് ഇവിടെ വന്നിട്ടുള്ള ടൈം പോണതൊന്നും നമുക്ക് അറിയൂല കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകിച്ചും ഇവിടെയുള്ള ഒരു എനിക്ക് മനസ്സിലായത്. ഇത് കാരണം അവരെ പുസ്തകമാണ് എന്താണെന്ന് എനിക്കറിയില്ല. അവരെ മദർ ടങ്ങാണെന്ന് തോന്നുന്നുണ്ട്. അവരെ തമിഴിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ആരാന്ന് നമുക്കറിയില്ല. കരുണാകര ആ സംഭവമാണ് തോന്നുന്നത്. കരുണാകര തമിഴുണ്ട്. വലിയ അവരെ ആൾക്കാരെ പറ്റി എനിക്ക് വലിയ അങ്ങനെ ഒരു ഇതില്ല. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനെ പറ്റി ഒരുപാട് ആൾക്കാർ ഒരുപാടുണ്ടായിരിക്കട്ടെ. നമ്മൾ അങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കൊന്നുമല്ല. പക്ഷെ നമുക്കറിയില്ല. നമ്മളിപ്പോൾ തുഞ്ചത്തെ എഴുത്തച്ഛനെ പറ്റിയിട്ടും ഉള്ളൂറിനെ പറ്റിയിട്ടും അങ്ങനെ അതേപോലത്തെ ഒരു കാര്യങ്ങൾ അവർക്ക് അറിയുന്നുണ്ടാവില്ലല്ലോ. അതുതന്നെയാണ് സംഭവം. അപ്പോൾ അവരുടേതായ കാര്യങ്ങൾ അവർക്കല്ലേ അറിയുള്ളൂ. നമുക്ക് കാണാൻ ആസ്വദിക്കുക എന്ന് മാത്രം പറയുക ഒക്കെ കണ്ടിട്ട്. അങ്ങനെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ. അവിടുത്തെ നമ്മളെ അവരവിടെ നിർത്തുന്ന വെച്ചാൽ നമ്മളവിടെ കുറച്ചും കൂടി അവിടെ പിടിച്ച് നിർത്താനുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് തോന്നുന്നത് ഈ ഒരു സൗണ്ട് ഉണ്ട്. വെച്ചാൽ ഈ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ചെണ്ട അങ്ങനെയുള്ളതിനെ കുറിച്ച് ഒരു കല്യാണത്തിൻ്റെ ഫീൽ ഉണ്ടാവുമല്ലോ നമുക്ക്. അതാണ് എനിക്ക് അവിടെ തോന്നുന്നത്. കാരണം തമിഴ്നാട്ടിൽ പൊതുവെ അങ്ങനെയാണ് തോന്നുന്നത്. എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുകയാണ് നമുക്കവിടെ ആർക്കൊന്ന് എന്നെ പിടിച്ച് നിർത്തിയത് കുറച്ചും കൂടി കഴിഞ്ഞ് പോകാമെന്നുള്ളതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞ മ്യൂസിക്കും കാര്യങ്ങളും ഇതൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണേ മെസ്സേജിലൂടെ. ഒരു കല്യാണ വീട്ടിലൊക്കെ പോയിട്ടുള്ളൊരു ഫീലൊക്കെ അല്ലേ നമുക്ക്. നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആ പൊട്ടത്തരാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അങ്ങനെ കഴിച്ചാണ് തോന്നിയത്. റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഫുഡൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ ലൈറ്റായിട്ടൊരു ഫലൂദൊക്കെ കഴിച്ച് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.